കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello. Welcome to IGNO മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് BMP 001. BMP 001 അല്ലെങ്കിൽ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു സെഷൻ ചെയ്യുന്നതിന്റെ മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജി പാറ്റേണും എക്സാം പാറ്റേണും എവിടെ നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യണം, നമ്മുടെ പ്രയോറിറ്റീസ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഒഫീഷ്യൽ സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എവിടെയൊക്കെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ ഏരിയാസും എത്ര ഡീപ്പായിട്ട് പഠിക്കണം, ഓരോ ഏരിയയുടെയും അതായത് നമ്മുടെ പ്രയോറിറ്റി എത്ര നമ്മൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ സിലബസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആൻഡ് മൾട്ടിപ്പിൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ സൈക്കിളിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റെഫർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ ചെയ്യുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BMP 001 ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഡോക്യുമെന്റ് റോഡ് മാപ്പ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് നമ്മളവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്, ഓരോന്നും ഓരോ കൺസെപ്റ്റ്, അതിൽ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ടോപ്പിക് എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട്. നമ്മളിപ്പം ഓരോ എക്സാമിന്റെ ഫോർമാറ്റും അതേപോലെ കോമൺ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ എക്സാം ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതേപോലെ അത് ഇതിന് മുന്നേ നടന്നിട്ടുള്ള TE എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ലോങ് ആൻസർ ഉണ്ടാവും, അതേപോലെ ഈക്വൽ മാർക്സ് വരുന്ന പാറ്റേൺ ഒക്കെയാണ് നമുക്ക് യൂഷ്വലി വരുന്നത്. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്. ഇതിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ എക്സാമ്പിൾസ് ഇപ്പോൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, സാമ്പിളിംഗ്, മെഷർമെന്റ് സ്കെയിൽ, ഇതൊക്കെ ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ പറയുന്നത് ഓരോ ടോപ്പിക് വൈസും യൂണിറ്റ് വൈസും ഓരോന്നിന്റെയും പ്രോബബിലിറ്റി എത്ര അത് വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിലും ആ ഒരു പ്രഡിക്ഷൻ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്മൾ ഇവിടെ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇതിന്റെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, നമ്മളിപ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഇത്ര മാർക്കിന് എങ്ങനെ ആൻസർ ചെയ്യണം, അതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ മെത്തഡോളജി കോളം, ഇതിൽ നമ്മൾ മെയിൻലി എന്ന് വെച്ചാൽ പ്രീവിയസ് ഒരുപാട് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ടും പിന്നെ അതും നമ്മൾ ഒഫീഷ്യൽ സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു ബാർ ചാർട്ട്, ഈ ഒരു വിഷ്വൽ ഒരു ബാർ ചാർട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, അതായത് നമുക്ക് അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ X ആക്സിസിൽ ബ്ലോക്കും Y ആക്സിസിൽ ടോട്ടൽ കൗണ്ടഡ് അപ്പിയറൻസും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം, അതായത് നമ്മുടെ ബ്ലോക്ക് 4 ബ്ലോക്കാണ് നമുക്ക് മെയിൻലി വരുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ബ്ലോക്ക് 1 എന്നും, പിന്നെ അതിന് ശേഷം പിന്നെ ബ്ലോക്ക് 3, അതിനുശേഷം ബ്ലോക്ക് 2, പിന്നെ ബ്ലോക്ക് 4 എന്ന രീതിയിലാണ് ആ ഒരു ഗ്രാഫ് നമുക്ക് അവിടെ കാണുന്നത്. ഇനി ഹീറ്റ് മാപ്പ്, അതായത് നമുക്ക് ഇതിൽ മെയിൻലി ബ്ലോക്ക് 1 to 4 ഒരു ഹീറ്റ് മാപ്പ് ആണ്. നമുക്ക് മൊത്തത്തിൽ യൂണിറ്റ് 1 to 15 വരെ നമ്മൾ യൂണിറ്റ്സ് നോക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ബ്ലോക്ക് 1 നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ യൂണിറ്റ് 1, 2, 3, 4 എല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. ബ്ലോക്ക് 2 5, 6, 7, 8 ആ ഒരു യൂണിറ്റ്സിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബ്ലോക്ക് 3 വരുമ്പം യൂണിറ്റ് 9 ആ ഒരു ഇതിലാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് യൂണിറ്റ് 11 കാണാം. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് യൂണിറ്റ് 15 നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ അതാണ് നമ്മളിവിടെ യൂണിറ്റ് വൈസ് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്കോറിംഗ് റൂൾസ് അല്ലെങ്കിൽ നമുക്കിപ്പം ഇതിന്റെ റെലവൻസ് നോക്കാം എങ്ങനെയാണ്. അപ്പൊ അതിൽ ഹൈ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോളം ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ നമ്മൾ ഹൈ റിലവന്റ് ആയിട്ടാണ് പറയുന്നത്. മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു 5 to 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക് ഒരു മീഡിയം റിലവന്റ് ആണ്. ലോ എന്ന് പറയുകയാണെങ്കിൽ ലെസ് ദാൻ 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ ലോ റിലവന്റ് എന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പൊ നമുക്ക് ഇതിൽ നോക്കാം. സോ ഫസ്റ്റ് ബ്ലോക്ക് 1 ബിസിനസ് റിസർച്ച് കൺസെപ്റ്റ്, അത് യൂണിറ്റ് 1 ബിസിനസ് റിസർച്ച് പ്രോസസ്സിൽ നമുക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റിസർച്ച് എന്നുള്ളത്. അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളത്. സോ അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 സ്പെസിഫൈഡ് കാറ്റലിക്സ് ഇൻ ബിസിനസ് റിസർച്ച്, അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ വീണ്ടും ബ്ലോക്ക് 1 യൂണിറ്റ് 1 എക്സ്പ്ലനേറ്ററി വൈസസ് കൺക്ലൂസീവ് റിസർച്ച് എന്താണ്, അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. അതിൽ മേജർ സോഴ്സ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് ഏരിയ, അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും യൂണിറ്റ് 2 സാമ്പിൾ ടെംപ്ലേറ്റ് ഫോർ ROL, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, അതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 3 പോകുന്ന സമയത്ത് റിസർച്ച് പ്രോബ്ലം, അതാണ് യൂണിറ്റ് 3. അതിൽ നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ വീണ്ടും യൂണിറ്റ് 3 പ്രോസസ് ഓർ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, അതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 4 പോകുമ്പോൾ റിസർച്ച് ഡിസൈനിൽ ഡെഫിനിഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ, അത് നമ്മൾ ആ ഒരു ഡെഫിനിഷനും കാര്യങ്ങളും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും യൂണിറ്റ് 4 എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ, അത് എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും യൂണിറ്റ് 4 പോകുന്ന സമയത്ത് നമ്മൾ കൺക്ലൂസീവ് റിസർച്ച് ഡിസൈൻ ആണ്, അതും എക്സ്പ്ലനേഷൻ വിത്ത് എക്സാമ്പിൾ ആണ് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതും ചോദിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും യൂണിറ്റ് 4 എക്സ്പെരിമെന്റൽ റിസർച്ച്, അത് അതിന്റെ മാനിപ്പുലേഷൻ ഓഫ് IV ഫോഴ്സും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യൂണിറ്റ് 5 പോകുമ്പോൾ കളക്ഷൻ ഓഫ് ഡാറ്റ ആണ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പ്രൈമറി ഡാറ്റ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 6 നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 6 മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ആണ്. അതിൽ നോമിനൽ വൈസസ് ഓർഡിനൽ സ്കെയിലിംഗ്, അത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 7 ക്വസ്റ്റനെയർ ഡിസൈൻ ആണ്. സോ എങ്ങനെയാണ് ഒരു സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റനെയർ എങ്ങനെയാണ്, അതിന്റെ ഡിഫറൻസും കാര്യങ്ങളും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 8 സാമ്പിളിംഗ് ഡിസൈൻ, അതിൽ സിഗ്നിഫിക്കൻസ് ഓഫ് സാമ്പിളിംഗ്, അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും യൂണിറ്റ് 8 കൺസെപ്റ്റ് ഓഫ് സാമ്പിളിംഗ് എറർ, അതും ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ യൂണിറ്റ് 9 ഡാറ്റ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷനിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചൂസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഡാറ്റ പ്രസന്റേഷൻ മെത്തേഡ്. പിന്നെ യൂണിറ്റ് 9 വീണ്ടും ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ടാബുലർ വൈസസ് വിഷ്വൽ മെത്തേഡ്സ് ഉണ്ട്, അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി യൂണിറ്റ് 10 നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് യൂണിറ്റ് 10. അതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് അത് യൂണിറ്റ് 10 ടോപ്പിക്സ്, അതായത് നമുക്ക് ആ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ആ സിലബസിന്റെ ഒരു അഗ്രിഗേറ്റ് ആണ് നമുക്ക് അതിൽ വരുന്നത്, കാരണം അങ്ങനധികം അതങ്ങനെ വന്നിട്ടില്ല. പിന്നെ വരുന്നത് യൂണിറ്റ് 11 ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ആണ്. അതിൽ നമുക്ക് സ്റ്റെപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആണ്, അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 11 ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗിൽ തന്നെ പാരാമെട്രിക് ടെസ്റ്റ്, അതിന്റെ അസംഷൻസ് ആൻഡ് ടൈപ്സ് ചോദിച്ചിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ വീണ്ടും യൂണിറ്റ് 11 ടി ടെസ്റ്റും കൈ സ്ക്വയർ ടെസ്റ്റും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 11 തന്നെ നൾ വേഴ്സസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 12 ദാറ്റ് ഇസ് ടെക്നോളജി യൂസേജ് ആൻഡ് റിസർച്ചും, അതേപോലെ യൂണിറ്റ് 13 സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ റിസർച്ചിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഓവറോൾ ആയിട്ട് ആ ഒരു യൂണിറ്റുകൾ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇനി യൂണിറ്റ് 14 എത്തിക്കൽ ഇഷ്യൂസ് ഇൻ റിസർച്ച് ആണ്. അപ്പം അതും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ബട്ട് എന്നാലും നിങ്ങളൊന്ന് ഓവറോൾ ആയിട്ട് അത് നോക്കുക. പിന്നെ യൂണിറ്റ് 15 റിപ്പോർട്ട് റൈറ്റിംഗിൽ ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്നത് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇനി ഇതിൽ നമുക്ക് ഒരു ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക് അല്ലെങ്കിൽ ഫ്രീക്വൻസി വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഹൈ ഈൽഡ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻലി വരുന്ന റിസർച്ച് ഡിസൈൻ ആണ്. അതിൽ നമ്മൾ അതിന്റെ ഡെഫിനേഷനോ എക്സ്പ്ലോറട്ടറി കൺക്ലൂസീവ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഹൈപ്പോത്തസിന്റെ കാര്യം, അതിലിപ്പോൾ നമ്മൾ അതിന്റെ ഫോർമുലേഷൻ അല്ലെങ്കിൽ നൾ വൈസസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിന്റെ കാര്യം, അല്ലെങ്കിൽ ടി ടെസ്റ്റ് വൈസസ് കൈ സ്ക്വയർ ടെസ്റ്റ്, അല്ലെങ്കിൽ പാരാമെട്രിക് അസംഷൻസ്, ഇതൊക്കെയാണ് അത് റിലേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കും അതിൽ നമുക്ക് സോഴ്സസ്, സാമ്പിൾ ടെംപ്ലേറ്റ്, റിസർച്ച് ഏരിയ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുകളൊക്കെ വരും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി ബ്ലോക്ക് 1 and 3 ആണ് കൂടുതലായിട്ട് നമ്മൾ ഇതുവരെ കണ്ടതിൽ നമ്മൾ ബ്ലോക്ക് 1 and 3 ആണ് കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ബ്ലോക്ക്. ആൻഡ് നമ്മളിപ്പോ ഈ ഒരു കൺസെപ്റ്റും ആപ്ലിക്കേഷനും കാര്യങ്ങൾ നമ്മൾ അത് കമ്പൈൻ ചെയ്യണം. നമ്മളിപ്പോ ഒരു എങ്ങനെയാണ് നമുക്കിപ്പോ ഒരു കൺസെപ്റ്റ് ചോദിക്കുമ്പോൾ നമ്മളിപ്പോ അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളും നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഈ ഒരു ലോങ് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക, ഷോർട്ട് നോട്ട് ഫോർമാറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ എല്ലാം ഡിഫറൻഷിയേറ്റ് ഒക്കെ ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ വൃത്തിയായിട്ട് നമ്മൾ കാണിക്കണം ആൻസറിൽ.
ഇനി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനാലിസിസ് നമുക്ക് ചെയ്യാം. അതിൽ നമുക്ക് മെയിൻലി നമ്മൾ ഈ ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വെച്ചുള്ള നമ്മുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് എസ്സേ ഉണ്ട്. അതിൽ വിത്ത് സബ് പാർട്സ് ഉണ്ടാവും. അതിൽ എക്സാമ്പിൾ ഇപ്പം ഒരു ക്വസ്റ്റ്യനിൽ A B എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 10+10 അങ്ങനെ 20 മാർക്സ് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ 12+8 എന്ന രീതിയിലും 20 മാർക്സ് ഒരു ക്വസ്റ്റ്യന് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 320 to 380 വേർഡ്സ് എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ഓരോ സബ് പാർട്ടും നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് എഴുതാം. പിന്നെ ലോങ് എസ്സേ എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു സിംഗിൾ പ്രോംപ്റ്റിൽ പോകുന്നതാണ്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും ഉണ്ടാവുക. അത് 20 മാർക്സ് തന്നെയാണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 350 to 450 വേർഡ്സിലായിരിക്കണം വരുന്നത്. അപ്പൊ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്ത് അതായത് നമ്മൾ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതേപോലെ അതിന്റെ ഒരു ബോഡി പാർട്ട് കൊടുക്കുക, അതിന്റെ ഒരു കൺക്ലൂഷൻ കൊടുക്കുക, ആ രീതിയിലായിരിക്കണം ഒരു ലോങ് എസ്സേ എഴുതേണ്ടത്. പിന്നെ ഷോർട്ട് നോട്ട് ആണ്. അതിൽ ഇപ്പൊ ഒരു 5 6 തന്നിട്ട് ചൂസ് എനി 4 എന്ന രീതിയിൽ തരുന്ന ഷോർട്ട് നോട്ട്സ് ആണ് വരിക. അപ്പൊ അതിൽ 4 ചൂസ് ചെയ്യുകയാണെങ്കിൽ 5 മാർക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് ഉണ്ടാവുക. അങ്ങനെ 20 മാർക്സും. സോ അതിൽ ഓരോന്നും അങ്ങനെ ഒരു ABCD ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ A എന്ന് പറയുന്ന ഒരു ആൻസർ 90 to 120 വേർഡ്സ് ആയിരിക്കണം വരേണ്ടത്. പിന്നെ കറക്റ്റ് ആയിട്ട് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതുപോലെ അതിന്റെ ഒരു എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കോട്ട് ചെയ്യാം. പിന്നെ ഡിസ്റ്റിംഗ്വിഷ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എനി ചൂസ് എനി 4 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. അതും 4 മാർക്ക് 4 5 മാർക്ക് വെച്ചിട്ടാണ്. സോ സെയിം രീതിയിൽ തന്നെയാണ് 90 to 120 വേർഡ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒന്നില്ലെങ്കിൽ പോയിന്റ് വൈസോ അല്ലെങ്കിൽ ടേബിൾ വൈസോ ആയിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം ആൻസർ പ്രസന്റ് ചെയ്യേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് മെയിൻലി വരുന്ന ടോപ്പ് 4 നമുക്ക് കൂടുതലായിട്ട് ചോദിക്കുന്ന ടോപ്പ് 4 ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒന്ന് സ്പ്ലിറ്റ് എസ്സേ, സബ് പാർട്സ് വെച്ചിട്ടുള്ള സ്പ്ലിറ്റ് എസ്സേ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ A B എന്നുണ്ടാവും. അതിൽ A B രണ്ടും കൂടി 10 വെച്ച് 20 മാർക്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു A 12 മാർക്സും 8 B എന്ന് പറയുന്നത് 8 മാർക്സും എന്ന രീതിയിൽ വരാറുണ്ട്. അപ്പൊ നമ്മൾ അതിൽ ഡെഫിനിഷൻസ്, അതിന്റെ സ്റ്റെപ്സ്, അസംഷൻസ് എന്താണ് ആ രീതിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എഴുതും. പിന്നെ വരുന്ന ലോങ് എസ്സേ ആണ്. നേരത്തെ പറഞ്ഞ ഒരു സിംഗിൾ പ്രോംപ്റ്റിൽ എഴുതുന്ന ആൻസർ ആണ്. ആ ഒരു കറക്റ്റ് ഇൻട്രൊഡക്ഷനും അതിന്റെ ബോഡി പാർട്ടും കൺക്ലൂഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുക. എന്നിട്ട് ഹെഡിങ്സ് കൊടുക്കുക, സബ് ഹെഡിങ്സ് ഒക്കെ കൊടുക്കുക, എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല ഡെപ്ത് ആയിട്ട് നമ്മൾ ആ ഒരു ആൻസർ എഴുതിക്കുക. പിന്നെ വരുന്ന ഷോർട്ട് നോട്ട്സ് ആണ്. 4 into 5 4 5 മാർക്ക് വെച്ചിട്ട് എന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത്. സോ അതിൽ നമ്മൾ ഓരോന്നും നമ്മൾ ക്രിസ്പായിട്ട് അതിന്റെ കറക്റ്റ് ഡെഫിനിഷനും ഫീച്ചേഴ്സ് ഒക്കെ ഒരു ബുള്ളറ്റ് പോയിന്റ്, ഒരു 2-3 ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാം. എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അങ്ങനെ അതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ABC അങ്ങനെ 4 ടോപ്പിക് ഉണ്ടെങ്കിൽ 4 നന്നായിട്ട് എഴുതാം. പിന്നെ ഡിസ്റ്റിംഗ്വിഷ് എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അതും ഈ ഒരു രീതിയിൽ 4 ക്വസ്റ്റ്യൻ 5 മാർക്ക് വെച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത പോലെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ അതിൽ തന്നെ ഇൻഡക്റ്റീവ് വൈസസ് ഡിഡക്റ്റീവ് അല്ലെങ്കിൽ നോമിനൽ വൈസസ് ഓർഡിനൽ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. 2 കോളം വരച്ചിട്ട് ഒരു 4 to 5 പോയിന്റും കാര്യങ്ങളും വരുന്ന പോലെ. അത് ജസ്റ്റ് പോയിന്റ് അല്ല, അതിന്റെ ഒരു ഡെഫിനിഷൻ ബേസിസിൽ നമ്മളവിടെ കൊടുക്കും കേട്ടോ. വെറുതെ ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് നാരോവേ ഒന്ന് ബ്രോഡോവേ എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയുള്ളൂ. അപ്പം അങ്ങനെ ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം കൊടുക്കാതെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ബ്ലോക്ക് വൈസ്. അപ്പം ഇതിൽ ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ ആവറേജ് നമ്മളിപ്പം മാർക്സ് നോക്കുകയാണെങ്കിൽ ഒരു 93.3 ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ ഒരു ടോട്ടൽ നമ്മൾ അതിന്റെ ഒരു പെർസെന്റേജ് കണക്കാണെങ്കിൽ 58.3% നമ്മൾ 100 മാർക്കിൽ അത്രയും പെർസെന്റേജ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, പകുതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 1 എന്നായിരുന്നു. ബ്ലോക്ക് 2 നിന്നാണെങ്കിൽ നമുക്ക് ഏകദേശം അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് മാർക്ക് 16.7 ആണ്. അതായത് 10.4% ആണ് ഓവറോൾ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 3 ഡാറ്റ അനാലിസിസിൽ നിന്ന് 46.7 ആണ് ആവറേജ് മാർക്ക് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ പെർസെന്റേജ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടോട്ടൽ പെർസെന്റേജ് 29.2% ആണ്. പിന്നെ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ ജസ്റ്റ് 3.3 ആണ് ആവറേജ് മാർക്ക് വന്നിട്ടുള്ളത്. ഓവറോൾ ആയിട്ട് നമ്മൾ ഷെയർ നോക്കുകയാണെങ്കിൽ 2.1% മാത്രമേ ബ്ലോക്ക് 4 നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്നു. സോ ഇതൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. അപ്പൊ ഇതിൽ മെയിൻലി നമ്മൾ ഇപ്പം സ്പ്ലിറ്റ് എസ്സേ, സബ് പാർട്ട്, അതേപോലെ ലോങ് എസ്സേ, പിന്നെ ഷോർട്ട് നോട്ട്, ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ മെയിൻലി കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതില് സിംഗിൾ ആ ഒരു സെഷൻ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് അഡീഷണൽ ഇയേഴ്സും വരും. നമ്മളിപ്പം June 25 വരെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു June 25 വരെ ഇതെല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.
അപ്പൊ ഇതില് സ്പ്ലിറ്റ് എസ് എന്ന് പറയുകയാണെങ്കിൽ മെയിൻലി 20 മാർക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ആൻഡ് അതിൽ ആ ഒരു നമ്മളിപ്പോൾ അതിന് സിഗ്നിഫിക്കൻസ് ആയിട്ട് എല്ലാ സിഗ്നിഫിക്കൻസും സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം വരണം. പിന്നെ കൺസെപ്ഷ്യൽ ബ്രെഡ്ത്ത് ആയ ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഒരു 5-6 ടോപ്പിക് എന്നിട്ട് ചൂസ് എനി 4 എന്ന രീതിയിലൊക്കെ, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതുക, ഡിസ്റ്റിങ്വിഷ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അത് ഏകദേശം 25% ആ ഒരു കവറേജ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ബ്ലോക്ക് ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് ബ്ലോക്ക് എംഫസിസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ആണ് ഏറ്റവും കൂടുതൽ, അതായത് 58% വരുന്നത് ബ്ലോക്ക് 1 നിന്നാണ്. അതിൽ കൺസെപ്റ്റ്, ഡിസൈൻ, ROL എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്ലോക്ക് 3 വരികയാണെങ്കിൽ 29% രീതിയിൽ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 3 വരുന്നുണ്ട്. ഹൈപ്പോത്തസിസ്, ഡാറ്റ പ്രസന്റേഷൻ ഒക്കെയാണ് മെയിൻലി വരുന്നത്. ഇനി മെയിൻലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ടിപ്പാണ്. അതായത് നമുക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 3 hour എക്സാം ആണ്. 100 മാർക്സ് ആണ് ഒരു പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പർലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആ ടൈം മാനേജ്മെന്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഓരോന്നിനും ഓരോ വെയിറ്റേജ് ഉണ്ട് മാർക്കിന്. അപ്പൊ ആ ഒരു വെയിറ്റേജിനനുസരിച്ച് നമ്മൾ എഴുതിയാൽ മാത്രമേ അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് എസ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 90 മിനിറ്റ്സ് നമ്മൾ അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. ലോങ് എസ്സേക്ക് ആണെങ്കിൽ ഒരു 45 മിനിറ്റ്സ്, ഷോർട്ട് നോട്ട് എഴുതുകയാണെങ്കിൽ ഒരു 22 മിനിറ്റ്സ്, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എഴുതുകയാണെങ്കിൽ ഒരു 23 മിനിറ്റ്സ്. അങ്ങനെ നമ്മൾ ഒരു ആവറേജ് ഈ ഒരു രീതിയിൽ ടൈമൊക്കെ മാനേജ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം എഴുതേണ്ടത്. പിന്നെ അതേപോലെ നമ്മൾ ഓരോ സ്പ്ലിറ്റ് എസ്സേ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു 2 to 3 മിനിറ്റ്സ് എടുത്തിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാം ആൻസേഴ്സ്. അപ്പൊ ആദ്യം എന്ത് എഴുതണം, അത് കഴിഞ്ഞ് ഏതൊക്കെ പോയിന്റ് എഴുതണം, അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം, ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ എപ്പോഴും ചെയ്യണം. എന്നിട്ട് ഒരു 5 to 8 മിനിറ്റ്സ് നമ്മൾ ലാസ്റ്റ് എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റ് എല്ലാത്തിനും ശേഷം നമ്മൾ വെരിഫൈ ചെയ്യുക എല്ലാം പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടോ, അതേപോലെ ഹെഡിങ്സ് ഒക്കെ നമ്മളൊന്ന് എൻഷുർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഒരു ആൻസേഴ്സ് എല്ലാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതി കഴിഞ്ഞ ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് എടുത്തിട്ട് നമ്മൾ എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യണം. പിന്നെ വരുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്ക് ആണ്. ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് പറയുന്നത്. അതിലിപ്പോൾ ഫസ്റ്റ് വരുന്നത് ഡിഫൈൻ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഇതിൽ നിന്ന് നമുക്ക് എക്സ്പ്ലോറട്ടറി അല്ലെങ്കിൽ കൺക്ലൂസീവ് റിസർച്ചിനെ കുറിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് എ റിസർച്ച് പ്രോബ്ലം ആണ്, അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് എ റിസർച്ച് പ്രോബ്ലം, അത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ മേജർ സോഴ്സസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ROL വിത്ത് എക്സാമ്പിൾ ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പിന്നെ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡാറ്റ പ്രസന്റേഷൻ മെത്തേഡ്, ഇതിന്റെ ക്രൈറ്റീരിയ ഫോർ ടാബുലർ വേഴ്സസ് വിഷ്വൽ, അതും നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ, അതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രൈബ് അസംഷൻസ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റ്, അതിന്റെ ടൈപ്സിന്റെ ലിസ്റ്റും കൂടെ നമ്മൾ അവിടെ എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ ഡിസ്റ്റിങ്വിഷ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇൻഡക്റ്റീവ് വൈസസ് ഡിഡക്റ്റീവ് റിസർച്ചിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടി ടെസ്റ്റ് വൈസസ് chi-square ടെസ്റ്റിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ടിൽ, അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഷോർട്ട് നോട്ടിൽ ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഓരോ സൈക്കിൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ അതിന്റെ നമ്മളൊരു ടാബുലർ ഫോമിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ആ റിസർച്ച് ഡിസൈൻ എക്സ്പ്ലോറട്ടറി ആൻഡ് കൺക്ലൂസീവ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 വന്നിട്ടുള്ളതാണ്. 20 മാർക്സ് ആണ് ആവറേജ്. ഇപ്പൊ ഈ പറയുന്ന എല്ലാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള അപ്പിയറൻസ് എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ടോപ്പിക് സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് പ്രോബ്ലം. നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ് 10 മാർക്സ് ആയിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് റിസർച്ച് പ്രോബ്ലം, അതും ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ് 10 മാർക്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക് 10 ആണ്. പിന്നെ ROL, അതിന്റെ മേജർ സോഴ്സസ് വിത്ത് എക്സാമ്പിൾസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക് ആണ്, 20 മാർക്സ് ആണ് വന്നിട്ടുള്ളത് ആവറേജ് മാർക്ക്. പിന്നെ ഡാറ്റ പ്രസന്റേഷൻ ടാബുലർ വൈസസ് വിഷ്വൽ ക്രൈറ്റീരിയ ബ്ലോക്ക് 3 യൂണിറ്റ് 9 വരുന്നതാണ്, 20 മാർക്സ് ആണ് ആവറേജ് മാർക്ക്. സ്റ്റെപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 11 12 മാർക്സ് ആണ് ആവറേജ് മാർക്ക് ആയിട്ട് വരുന്നത്. പിന്നെ പാരാമെട്രിക് ടെസ്റ്റ്, അതിന്റെ അസംഷൻസും ടൈപ്സും ബ്ലോക്ക് 3 യൂണിറ്റ് 11 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്ക്. പിന്നെ ഡിസ്റ്റിങ്വിഷ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ആണ്, അത് നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 1 വരുന്നതാണ്, 5 മാർക്സ് എന്ന രീതിയിലാണ്. പിന്നെ ഡിസ്റ്റിങ്വിഷ് ഇൻഡക്റ്റീവ് വൈസസ് ഡിഡക്റ്റീവ് 5 മാർക്സ് ആണ്. ഡിസ്റ്റിങ്വിഷ് ടി ടെസ്റ്റ് വൈസസ് chi-square ടെസ്റ്റ് chi-square 5 മാർക്സ്, അത് ബ്ലോക്ക് 3 യൂണിറ്റ് 11 വരുന്നതാണ്. പിന്നെ ഷോർട്ട് നോട്ട്, അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗിന് ഷോർട്ട് നോട്ട് ബ്ലോക്ക് 4 യൂണിറ്റ് 15 വരുന്നതാണ്, 5 മാർക്കിനാണ് വന്നിട്ടുള്ളത്.
സോ ഇതൊരു ഒരു ഓവറോൾ നമുക്കൊരു ക്വസ്റ്റ്യൻസിന് ആ ഒരു നമുക്ക് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നോക്കാം, ദാറ്റ് ഇസ് ഈ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മളിപ്പോ ഒരു 100%, ഒരു 47.6% ഈ ഒരു ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. അത്രയും പോർഷൻസ് ഈ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കവർ ആവുന്നത്. ഇനി ഇതല്ലാതുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് 52.4% ആയിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ഏകദേശം പകുതിയോളം നമുക്ക് ആ ഒരു പകുതി മാർക്കോളം നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ്. അപ്പൊ ഇതിൽ നമ്മളെപ്പോഴും അതായത് ഓരോന്നും പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പ്രാക്ടീസ് ട്വൈസ് ടൈംഡ് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം ഓരോ ടോപ്പ് 10 ഓരോ നമ്മൾ ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ്സ് ഔട്ട്ലൈൻ ചെയ്യുക. അതിനുശേഷം എല്ലാം ഒരു 12 മിനിറ്റ്സ്, 20 മാർക്കൊക്കെ ആണെങ്കിൽ ഒരു 12 മിനിറ്റിനുള്ളിൽ എഴുതുക. ആൻഡ് ഇപ്പൊ 10 മാർക്സിന്റെ എസ്സേസ് ഒക്കെ ആണെങ്കിൽ 6 to 7 മിനിറ്റ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ 5 മാർക്സിന്റെ ഒക്കെ എസ്സേ ആണെങ്കിൽ ഒരു 3 മിനിറ്റ്സിലൊക്കെ നമ്മളത് എഴുതി ഫിനിഷ് ചെയ്യണം. പിന്നെ ടെംപ്ലേറ്റ് മാസ്റ്റർ ചെയ്യണം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ഓരോ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡാറ്റ പ്രസന്റേഷനോ അല്ലെങ്കിൽ ROLനോ ഹൈപ്പോസിസിനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ടെംപ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അതേപോലെ ഈ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതൊക്കെ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതുക. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളും കൂടെ കൊടുക്കുക. എവിഡൻസ് ഫസ്റ്റ് ചെക്ക് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഒരു എൻഡ് ആൻസേഴ്സിക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്യൂർ മെത്തേഡിൽ നമുക്കൊരു പ്രോപ്പർ മെത്തേഡിലേക്ക് അത് എൻഡ് ചെയ്യിപ്പിക്കാം. നമ്മളിപ്പം ഇപ്പം ചെറിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പൊ എക്സാമ്പിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അപ്പൊ അതിൽ പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് June 25 വെയിറ്റിൽ നോക്കാം. സോ അതിന് നമുക്ക് മെയിൻലി ബ്ലോക്ക് 1 ബിസിനസ് റിസർച്ച് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിൽ യൂണിറ്റ് 1 ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് ആണ്. അതിന്റെ പ്രോബബിലിറ്റി പറഞ്ഞാൽ 100% വരാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ കാറ്റഗറിയിൽ പെടുന്ന ഒരു ടോപ്പിക് ആണ്. പിന്നെ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 സ്പെസിഫൈഡ് കാസ്റ്റലറ്റ്സ് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കുന്നതാണ്. അതും ഹൈ പ്രയോറിറ്റി വരുന്നതാണ്. 100% ആണ് അതിന്റെ പ്രോബബിലിറ്റി. പിന്നെ യൂണിറ്റ് 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ മേജർ സോഴ്സസ് ഏതൊക്കെയാന്നുള്ളത് അതും 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ്. പിന്നെ യൂണിറ്റ് 2 തന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് ഏരിയ അത് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ യൂണിറ്റ് 2 തന്നെ സാമ്പിൾ ടെംപ്ലേറ്റ് ഫോർ ROL എന്നുള്ളതാണ്. അതും 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ യൂണിറ്റ് 3 റിസർച്ച് പ്രോബ്ലം അത് നമ്മൾ അതിന്റെ റിസർച്ച് പ്രോബ്ലത്തിന്റെ സിഗ്നിഫിക്കൻസ് ഇതേപോലെ 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ യൂണിറ്റ് 3 തന്നെ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് എ റിസർച്ച് പ്രോബ്ലം അതും 100% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂണിറ്റ് 4 ഡെഫിനിഷൻ പ്ലസ് എക്സ്പ്ലോറേറ്ററി ആൻഡ് അതിൽ കൺക്ലൂസീവ് റിസർച്ചിന്റെ അത് വിത്ത് എക്സാമ്പിൾ ആണ്. അതും നമുക്ക് 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ വീണ്ടും യൂണിറ്റ് 4 എക്സ്പെരിമെന്റൽ റിസർച്ച് അതിൽ മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അതും 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. യൂണിറ്റ് 5 കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നോക്കുകയാണെങ്കിൽ പ്രൈമറി ഡാറ്റ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ്. അതും 100% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂണിറ്റ് 6 മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ആണ്. അതിന്റെ നോമിനൽ വൈസസ് ഓർഡിനൽ ആണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ്. 100% പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ യൂണിറ്റ് 7 ക്വസ്റ്റ്യനെയർ ഡിസൈനിൽ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ്. അതും ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ യൂണിറ്റ് 8 സാമ്പിളിംഗ് ഡിസൈനിൽ സിഗ്നിഫിക്കൻസ് ഓഫ് സാമ്പിളിംഗ് ആണ് ഷോർട്ട് നോട്ട് ആയിട്ട് 100% പ്രോബബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വീണ്ടും യൂണിറ്റ് 8 സാമ്പിളിംഗ് എറർ അതും 100% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂണിറ്റ് 9 ഡാറ്റ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷനിൽ ചൂസിംഗ് പ്രസന്റേഷൻ മെത്തേഡ് ടാബുലർ വേഴ്സസ് വിഷ്വൽ അതും 100% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യൂണിറ്റ് 11 ഹൈപ്പോത്തസിസിൽ ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗില് സ്റ്റെപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ ആ സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൈ പ്രോബബിലിറ്റി വരുന്ന ടോപ്പിക് ആണ്. പിന്നെ അഗെയിൻ യൂണിറ്റ് 11 തന്നെ പാരാമെട്രിക് ടെസ്റ്റിംഗ് അപ്പൊ അതിന്റെ അസംഷൻസ് ടൈപ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു ടോപ്പിക് വരുന്നത്. അതും ഹൈ പ്രോബബിലിറ്റി ആണ്. പിന്നെ അഗെയിൻ യൂണിറ്റ് 11 ടി ടെസ്റ്റും കൈ സ്ക്വയർ ടെസ്റ്റിന്റെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ളതാണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ യൂണിറ്റ് 11 തന്നെ നൾ വൈസസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കാണ്. പിന്നെ ബ്ലോക്ക് 4 പോകുമ്പോൾ യൂണിറ്റ് 15 റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് ഷോർട്ട് നോട്ട് ആയിട്ട് അതും ഹൈ പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ കുറച്ച് ലോ പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. യൂണിറ്റ് 10 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ ഉണ്ട്. അതും ഇതിപ്പോ ലോ പ്രയോറിറ്റി എന്ന് പറയുകയാണെങ്കിൽ പോലും ഈ ടോപ്പിക്സും കൂടെ നിങ്ങൾ പഠിക്കണം. പിന്നെ യൂണിറ്റ് 12 ടെക്നോളജി യൂസേജ് റിസർച്ചിൽ AI അല്ലെങ്കിൽ ക്ലൗഡ് അനലിറ്റിക്സ് ക്ലൗഡ് ഓർ അനലിറ്റിക്കൽ ടൂൾസ് റിസർച്ച്
ടോപ്പിക്ക് പഠിക്കുക. പിന്നെ യൂണിറ്റ് 13 സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ റിസർച്ച്, ഏതൊക്കെ സോഫ്റ്റ്വെയർസ്, ഇപ്പൊ SPSS അല്ലെങ്കിൽ ടാബ്ലി, ആ ഒരു സോഫ്റ്റ്വെയർസിന്റെ കാര്യങ്ങളും കൂടി ആ ഒരു കൺസെപ്റ്റും കൂടെ പഠിച്ചു വെക്കാം. യൂണിറ്റ് 14 എത്തിക്കൽ ഇഷ്യൂസ് ഇൻ റിസർച്ചിൽ ഇൻഫോംഡ് കൺസെന്റ്, കോൺഫിഡൻഷ്യാലിറ്റി, അതേപോലെ പ്ലേഗറിസം എന്നുള്ള ടോപ്പിക്കുകളും കവർ ചെയ്യാം. പിന്നെ യൂണിറ്റ് 15 റിപ്പോർട്ട് റൈറ്റിംഗിൽ ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗും കൂടെ അവിടെ നോക്കണം. സോ ഇതിന്റെ ബേസിസ് നമ്മൾ പ്രിപ്പയർ ആയിട്ടുള്ള പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. ഹൈ പ്രയോറിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്താ റിസർച്ച് ഡിസൈൻ ടോപ്പിക് വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ ഡെഫിനിഷൻസും ടൈപ്പും എക്സാമ്പിൾസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ROയിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം ആൻസർ എഴുതേണ്ടത്. അപ്പൊ അതിന്റെ സോഴ്സസ്, ടെംപ്ലേറ്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ റിസർച്ച് പ്രോബ്ലം വരുന്നുണ്ട്. അതും ഒരു അതിന്റെ സിഗ്നിഫിക്കൻസും ഫോർമുലേഷനും എല്ലാം നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നമ്മൾ ആ ഒരു ആൻസർ ഔട്ട്ലൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 12 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ആ ഒരു ആൻസർ എഴുതി കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഹൈപ്പോത്തസിസിൽ പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് പാരാമെട്രിക്, നോൺ പാരാമെട്രിക് ബേസിസ്, അല്ലെങ്കിൽ ടി ടെസ്റ്റ് വൈസസ് കൈ സ്ക്വയർ, അല്ലെങ്കിൽ H വൈസസ് H1 എററിന്റെ അതും നമ്മളവിടെ കറക്റ്റ് ആയിട്ട് നോക്കണം. അത് പ്രോപ്പർ ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മളവിടെ ചെയ്യേണ്ടത്. എന്നാൽ ഹൈപ്പോത്തസിസിന്റെ ഒക്കെ ഡിഫറൻഷിയേറ്റ് അവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്ന ഡാറ്റ പ്രസന്റേഷൻ ആണ്, ടാബുല വൈസസ് വിഷ്വൽ. അപ്പൊ അതിൽ നമ്മളൊരു പ്രോപ്പർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന്റെ ടൈപ്പും ഓഡിയൻസും ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റ് ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പിന്നെ സാമ്പിളിംഗിൽ വരുന്ന അതിൽ ക്വസ്റ്റ്യൻ, സ്കെയില്, റിപ്പോർട്ട് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ബുള്ളറ്റ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ആൻസർ എഴുതേണ്ടത്. ഇനി മീഡിയം പ്രയോറിറ്റിയിൽ നമുക്ക് ഏകദേശം അങ്ങനെ ആ ഒരു 40 to 60 ഒരു മീഡിയം പ്രയോറിറ്റി എന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതലായിട്ടും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇനി ലോ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പം അതിലെ മെഷേഴ്സ് ആൻഡ് ഡിസ്പേർഷൻ, പിന്നെ ടെക്നോളജി ഇൻ റിസർച്ച്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എത്തിക്സിലും കുറച്ച് ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. സോ ഇതിന്റെയൊക്കെ ബേസിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. സോ BBA ടേം ആൻഡ് എക്സാമിനേഷൻ December 2025 നമുക്ക് BMP 001 ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പറാണ്. 3 hours എക്സാം ആണ്. മാക്സിമം മാർക്ക് 100. ആൻഡ് അതിൽ പറയുന്നുണ്ട് അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 എന്ന് പറയുന്നത് 5+15 ആണ്. അതായത് A പാർട്ടിന് 5 മാർക്കും B പാർട്ടിന് 15 മാർക്കുമാണ്. A പാർട്ട് എന്ന് പറയുന്നത് ഡിഫൈൻ റിസർച്ച് ഡിസൈൻ ആൻഡ് ഇറ്റ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ബിസിനസ് സ്റ്റഡീസ്. പിന്നെ B പാർട്ട് contrast, exploratory and descriptive or confirmatory design in terms of purpose, sampling, instrument choice and expected outcome. Illustrate each with a business oriented example. സോ അതെല്ലാം ഡിസ്കസ് ചെയ്തതിനു ശേഷം അതിന്റെ കൂടെ നമ്മൾ അതിന്റെ എക്സാമ്പിൾസും കൂടെ നമ്മൾ അവിടെ കോട്ട് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് 10+10 ആണ്. അതിൽ A പാർട്ട് എക്സ്പ്ലെയിൻ വൈ ആർട്ടിക്കുലേറ്റിംഗ് എ റിസർച്ച് പ്രോബ്ലം ഇസ് pivotal for study quality, ഡിസ്കസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൗണ്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. പിന്നെ B പാർട്ട് എന്ന് പറയുന്നത് present a stepwise approach to derive research objectives and initial hypothesis from a broad topic, indicating checkpoints to refine scope. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 20 മാർക്സിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ എ കൺസൈസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ROL പ്ലാൻ ഫോർ എ ചൂസൺ ഏരിയ, സ്റ്റേറ്റ് ദ പ്രോബ്ലം, ഔട്ട്ലൈൻ സെർച്ച് ആൻഡ് സ്ക്രീനിങ് സ്റ്റെപ്പ് ആൻഡ് പ്രപ്പോസ് എ സമ്മറി ടെംപ്ലേറ്റ്. കമന്റ് ഓൺ ദ റോൾ ഓഫ് ഇൻഡെക്സിംഗ് സിസ്റ്റം ആൻഡ് ജേർണൽ ക്വാളിറ്റി ലിസ്റ്റ് സോഴ്സ് ഇവാലുവേഷൻ. സോ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഡിസൈൻ നമ്മൾ കൊടുക്കുക, അതിൽ ഒരു പേർപ്പസ്, അതിന്റെ സെർച്ച് ഔട്ട്ലൈൻ, സ്ക്രീനിങ് സ്റ്റെപ്പ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. ക്വസ്റ്റ്യൻ 4 10+10 ആണ്. അപ്പൊ അതിൽ A പാർട്ടിൽ പ്രപ്പോസ് എ ഡിസിഷൻ ഫ്രെയിംവർക്ക് ഫോർ സെലക്ടിംഗ് ബിറ്റ്വീൻ ടാബുലർ ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഫോർ ഡിഫറെന്റ് ഡാറ്റ സിറ്റുവേഷൻസ്. B പാർട്ടിൽ ഫോർ 3 instant data context, the time series, categorical, shares, distributional spread, recommend a specific display and justify your choice. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 വരുന്നത് 12+8 പാറ്റേൺ ആണ്. സോ ഔട്ട്ലൈൻ ജസ്റ്റിഫൈ ദ സീക്വൻഷ്യൽ സ്റ്റെപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ് 12 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റേറ്റ് ദ അസംഷൻസ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റിന്റെ അസംഷൻസ് ആണ്. സോ അത് നമ്മൾ ഇപ്പോൾ Z ടെസ്റ്റ്, T ടെസ്റ്റ്, 1-way ANOVA എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സാമ്പിൾ വരുന്നത്. അത് 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 6 10+10 എന്ന് തന്നെയാണ് വരുന്നത്. സോ ഇതിൽ A പാർട്ട്
ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കെയർഫുള്ളി കൺസ്ട്രക്ട് സാമ്പിളിംഗ് ഫ്രെയിം മിറ്റിഗേറ്റ്സ് ബയസ് മോർ എഫക്റ്റീവ്ലി ദാൻ മിയർലി ഇൻക്രീസിംഗ് സാമ്പിൾ സൈസ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ സാമ്പിളിങ്ങിന്റെ ഫ്രെയിം, ആ ഒരു നമ്മുടെ സാമ്പിൾ സൈസിന്റെ കാര്യങ്ങളും സാമ്പിളിംഗ് ഫ്രെയിമിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മളവിടെ കൊടുക്കാം. പിന്നെ ബി പാർട്ട്, ഇൻ ദ ഫീൽഡ് സെറ്റിംഗ്സ് മാനിപ്പുലേറ്റിംഗ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ alone is neither necessary nor sufficient to infer causality. So evaluate with reference to design control. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡിസൈൻ കൺട്രോളിന്റെ ബേസിസിൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ 7 എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടോപ്പിക്സ് വന്നിട്ട് അതിൽ നിന്ന് ആൻസർ ഇനി 4 ആണ്, ഷോർട്ട് നോട്ട് ആണ്. അതിൽ ഒരെണ്ണം സ്പെസിഫൈഡ് കാസ്ലെറ്റ്സ് ഇൻ ബിസിനസ് റിസർച്ച്, പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് ഏരിയ, പ്രൈമറി ഡാറ്റ, അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും, സിഗ്നിഫിക്കൻസ് ഓഫ് സാമ്പിളിംഗ് എറർ, പിന്നെ സ്ട്രക്ചർ ആൻഡ് ഫ്ലോ ഓഫ് എ റിസർച്ച് റിപ്പോർട്ട്. ഇതിന്റെ ആൻസർ ഇനി 4 എന്നുള്ളതാണ്. അടുത്തതും അതേപോലെ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എനി 4 ആണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും 4 ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് എഴുതാം. അപ്പൊ അതിൽ ഇൻഡക്റ്റീവ് വൈസസ് ഡിഡക്റ്റീവ് റിസർച്ച്, അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി വൈസസ് കൺക്ലൂസീവ് റിസർച്ച്, പിന്നെ വരുന്നത് സ്ട്രക്ചേർഡ് വൈസസ് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റനെയർ, പിന്നെ നോമിനൽ വൈസസ് ഓർഡിനൽ സ്കെയിൽ, പിന്നെ ടി ടെസ്റ്റ് വൈസസ് കൈ സ്ക്വയർ ടെസ്റ്റ്, പിന്നെ ഫുൾ നൾ ഹൈപ്പോത്തസിസ് വൈസസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇതിൽ നിന്നും ആൻസർ ഇനി 4, 5 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പേപ്പറിന്റെ പാറ്റേൺ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ പഠിക്കുക, കവർ ചെയ്യുക. മിസ്സായിട്ട് ടോപ്പിക് ഉണ്ടെങ്കിൽ നന്നായി പഠിച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.